പുട്ടും കടലയും എൻ്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും നമുക്ക് നോക്കാം. പുട്ടിനെ പറ്റി ഞാൻ അധികം വർണ്ണിക്കേണ്ട കാര്യമില്ല. എല്ലാ മലയാളികൾക്കും നല്ല രീതിയിൽ അറിയാന്നുള്ള കാര്യമാണ് ഈ പുട്ടും പഴമായിട്ട് കഴിക്കാറുണ്ട്, പുട്ടും കടലയായിട്ട് കഴിക്കാറുണ്ട്, പുട്ടും ബീഫായിട്ട് കഴിക്കാറുണ്ട്, പുട്ടും ചിക്കനായിട്ട് കഴിക്കാറുണ്ട്. എങ്ങനെ വേണോ കഴിക്കാം. പുട്ടും പഴമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ. ഈ പുട്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ പുട്ടെന്ന് പറയുന്ന ഫുൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിലൂടെ കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്ത് കഴിച്ച് നോക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് പുട്ടും കടലയാക്കുന്നത്. പുട്ടും പഴം കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഗ്ലൂക്കോസ് സ്പൈക്ക് ചിലപ്പോൾ കൂടുതലുണ്ടാകും. അപ്പോൾ പുട്ടും കടലയും കഴിച്ചതിന് ശേഷം എൻ്റെ ബോഡിയിൽ എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഈ CGM സെൻസർ വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പുട്ടും കടലയും കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ബ്ലഡ് ഷുഗർ റീഡിംഗ് എന്ന് പറയുന്നത് 95 ആയിരുന്നു. അത് കഴിച്ച് 1 hourന് ശേഷം പീക്ക് ചെയ്ത് 219 വരെ പോയിട്ടുണ്ട്. ഞാൻ ഈ CGM സെൻസർ വഴി സെൻസ് ചെയ്ത് കാണിക്കുന്ന റീഡിംഗിൽ ഏറ്റവും ഹയസ്റ്റ് റീഡിംഗ് 219 ആണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ 3 പീസ് ഉണ്ട്. അതിൽ 2 പീസ് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കാര്യം യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പറ്റത്തില്ല. ഒരു കുറ്റി പുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ 2 പീസും ആ കാണിക്കുന്ന കടലയും ഫുള്ള് ഞാൻ കഴിച്ചായിരുന്നു. മൂന്നാമത് ആ ചെറിയ പീസിന് കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് കൂടിയും ഇത് 219 വരെ പീക്ക് ചെയ്ത് പോയി ആഫ്റ്റർ 1 hour. പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് ഒരു ബോഡിയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലാതെ പുട്ടിനെ അവഹേളിക്കുക എന്നുള്ളതല്ല. അടുത്ത ഫുഡ് ഞാൻ ട്രൈ ചെയ്യണം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക.